ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ രാവിലെ മോനെ പറഞ്ഞതിന് ശേഷം ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് അപ്പുറത്തെ തുടങ്ങുന്നൊരു വെറൈറ്റി ഒരു കിളിയുടെ ശബ്ദം കേട്ടോ. ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ട് കുറേ നേരം നോക്കിയിട്ടോ, പക്ഷേ കണ്ടില്ല. അത്രയും ചെറിയൊരു കിളിയാ തോന്നുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ പല ശബ്ദം കേൾക്കുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ. അങ്ങനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു പരിചയക്കാരത്തി ചേച്ചി വന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിനോട് ഓരോന്ന് സംസാരിച്ചിങ്ങനെ നിന്ന് മുറ്റടിക്കാനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ചേച്ചി അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയിട്ടോ. അതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. മുറ്റടിക്കലും പാത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാനിതാ ദോശ ചുടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് നല്ല ദോശയും തേങ്ങാ ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ മോൻ വന്നിട്ടില്ല, വരുമ്പോഴത്തേനും ഉണ്ടാക്കാനാണ്. അപ്പോൾ തലേ ദിവസത്തെ ദോശമാവായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ദോശയും ചമ്മന്തിയും തന്നെ. അങ്ങനെ മോൻ വന്ന് അവന് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് സ്കൂളിലേക്കും കൂടി ഒന്ന് പറഞ്ഞയച്ചിട്ട് വേണം. കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നാക്കി എടുക്കണം. പിന്നെ വെള്ളരിക്കൊക്കെ ഇട്ട് ഒരു ഒഴിച്ചു കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ. ഒന്ന് ഫുള്ളിട്ടാൽ അത് നമുക്ക് കുറച്ച് കൂടും കേട്ടോ. അപ്പോൾ ഒരു വെള്ളരിക്കൻ്റെ പകുതി മതി. എന്നാൽ തന്നെ മക്കളൊന്നും കഷ്ണമൊന്നും എടുക്കില്ല കേട്ടോ, വെറും ആ നീര് മാത്രം എടുക്കണം. അങ്ങനെ മോനിതാ ചായയൊക്കെ കുടിച്ച് മോന് സ്കൂൾ വണ്ടി വന്നിട്ടുണ്ട്. അവനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ചെയ്ത് കേട്ടോ. അങ്ങനെ അവൻ പോയതിന് ശേഷം മീനൊക്കെ ഒന്ന് നേരാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലൊക്കെ മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുന്നിതാ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയിട്ട് വേണം മീൻ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ വേഗം അതൊന്ന് ഊറ്റിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഒന്ന് തട്ടിക്കൊട്ടാരൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും നെഞ്ചൊളിപ്പണിയാണല്ലോ അല്ലേ. എന്തായാലും ഇന്നത്തോടു കൂടി നെഞ്ചൊളിപ്പണിയൊക്കെ ഉണ്ട്, കഴിയുകയും ചെയ്തു അല്ലേ. അപ്പോൾ എന്തായാലും ചോറൂറ്റി വെച്ചിട്ട് ഇതാ ഞാൻ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ചതച്ചത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും അതുപോലെ തന്നെ വലിയ ജീരകം കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിളിമീൻ കറി വെക്കുന്നത് ഇഷ്ടമല്ല, പൊരിക്കണതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് കറിയാട്ടോ ഇഷ്ടം. മീൻ ഏത് മീനാണെങ്കിലും മീൻ കറി വെക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം മക്കൾക്കാണെങ്കിൽ പൊരിക്കും വേണം, കറി ഇഷ്ടമല്ലേ. മത്തി, അയില അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ, ചൂരയൊക്കെ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് കറി എനിക്കായിട്ട് വേറെ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കറി വെക്കാൻ വെള്ളരിക്ക ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഫുള്ള് പൊരിക്കാൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ തേച്ച് ബീട്രൂട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാനിവിടെ പാം ഓയിലാണ് അധികം ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണ വല്ലപ്പോഴും കറിയിൽക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് താളിപ്പിടുമ്പോൾ ആ വെളിച്ചെണ്ണേൻ്റെ ഒരു സ്മെല്ലുണ്ടാവും കേട്ടോ. അത് വലിയ ഇഷ്ടമല്ല. പാം ഓയിൽ അങ്ങനെ ഉപയോഗിച്ച് ശീലമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കൂട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു മണമൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ മീനൊക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നനച്ചുള്ളി പണി എന്ന് വെച്ചാൽ ചില്ലറ പണിയൊന്നുമില്ല അല്ലേ. ആരാണ് ഈ നനച്ചുള്ളി പണി കണ്ടുപിടിച്ചതെന്നാവോലെ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടു. യൂട്യൂബ് തുറക്കുമ്പോഴത്തേനും നനച്ചുള്ളി പണീൻ്റെ ഓരോ വീഡിയോസുകളാണ്. അപ്പോൾ അത് ചില വീട്ടുകാർ ഒന്നിച്ചങ്ങോട്ട് എടുക്കണോണ്ടാണ് ഇത്രയും ഭാരം കൂടിയ പണികൾ വരുന്നത് കേട്ടോ. ഒന്നിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിസ്ക്കാണ്. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അപ്പോൾ നമുക്കതങ്ങോട്ട് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കഴുകേണ്ട ആവശ്യം വരുന്നില്ല. ഞാനും അങ്ങനെ ചെയ്യാറ് കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു കുപ്പിയിൽ പഞ്ചസാര കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് നെക്സ്റ്റ് നമ്മൾ അതിലിട്ട് വെക്കുള്ളൂ. അതേപോലെയാണ് പൊടികളായാലും കേട്ടോ. മുളക് പൊടി ആയാലും അത് കഴിയുമ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഒന്ന് കഴുകി ഉണക്കി തുടച്ചിട്ട് നെക്സ്റ്റ് പൊടി അതിലിടുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തേച്ച് വരതി കഴുകേണ്ട അവസ്ഥ വരില്ല. ഇതിപ്പോൾ അധികം വീടുകളിലും അങ്ങനെ ഒന്നിച്ച് കഴുകുന്നതാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് നനച്ചുള്ളിപ്പണീൻ്റെ റിസ്ക് ഒരുപാട് അറിയുക. അപ്പോൾ പൊടിയായാലും പാറാലായാലും പാത്രം എന്തായാലും നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിൽ
നമുക്ക് ഒരുപാട് ഭാരപ്പെട്ട പണി വരില്ല കേട്ടോ നനച്ചുള്ളിക്ക്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ നനച്ചുള്ളി ചെയ്യാനൊന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ ഒക്കെ തട്ടിക്കൊട്ടി ഒക്കെ വെച്ച സ്ഥലം തന്നെയാണ്. പൊടികളായാലും ഡബ്ബകളൊക്കെ കഴുകി ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളത് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അതിൽ ഒരുപാട് പൊടിയാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് തന്നെയാണ്. അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് തട്ടിക്കൊട്ടാനില്ല കേട്ടോ ഇവിടെ. ഇനിയിപ്പോൾ പണികളൊന്നും നമ്മളത് കഴിഞ്ഞിട്ടുമില്ലല്ലോ. അപ്പോൾ പിന്നെ പൊടി ഇടയ്ക്കിടയ്ക്ക് പൊടി തട്ടേണ്ടതായിട്ട് വരും. പിന്നെ ഈ കാറ്റൊക്കെ അല്ലേ, പുറത്ത് നല്ല കാറ്റും പൊടിയും ഒക്കെ ആകുമ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഇപ്പോൾ അടിയത്തെ റൂമുകൾക്കൊന്നും ജനല വെച്ചിട്ടില്ല. ജനല വെക്കാത്ത കാരണം തന്നെ എപ്പോഴും പൊടിയാവും. അപ്പോൾ അതിങ്ങനെ ഞാൻ അടിച്ച് വാരുന്ന ടൈമിൽ ഒന്ന് ചൂല് കൊണ്ടൊന്ന് തട്ടി കൊടുക്കലാണ് കേട്ടോ. അതുപോലെ തന്നെ ജനലിൻ്റെ ആ കമ്പികളും ആ പട്ട ആ സംഭവങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് പൊടി വരുമ്പോൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ വല്ലാതെ അങ്ങോട്ട് പൊടി പിടിച്ച് വൃത്തികേടായി കിടക്കില്ല. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ഇതാണ്. മറ്റേത് ഇങ്ങനെ പൊടി അതോടെ ഇവിടെ കാണുമ്പോൾ അത് തട്ടണമല്ലോ, അത് ഇങ്ങനെ ആയല്ലോ, അങ്ങനെയൊക്കെ ഒരു ഇത് വരും മനസ്സിൽ. എനിക്കങ്ങനെയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വർത്തമാനത്തിൻ്റെ ഇടയിൽ മീൻ വറുക്കലും ഉപ്പേരി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളരിക്കയും മാങ്ങയും പരിപ്പും ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരി ഇവിടെ വെച്ചാലും ഈ ഒരു ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ ആരും കഴിക്കില്ല, ഞാൻ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ്, ഞാനത് കഴിക്കും കേട്ടോ. എനിക്ക് ആ മധുരവും കുറച്ച് പച്ചമുളകിൻ്റെ എരിവും ഒക്കെ പാടെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മളെ കറിയും താളിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടൊന്ന് താളിപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു നാടൻ ഒഴിച്ച് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാങ്ങയും പരിപ്പും വെള്ളരിക്കയാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകമൊക്കെ ഒന്ന് അടിച്ച് വാരി തട്ടിക്കൊട്ടി തുടച്ചെടുത്തിട്ടോ. എന്നും തുടക്കണം കേട്ടോ. എന്താ വെച്ചാൽ പൊടി ഉണ്ടാവുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അടിച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു വിടും. എന്നിട്ട് ഞാൻ ആ തുടപ്പ് കൊണ്ടൊന്ന് ഇങ്ങനെ തുടച്ച് വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. അപ്പം പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ഒരുപാട് പണികൾ കേട്ടോ. അപ്പോൾ ഉള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഉള്ള സ്ഥലം വൃത്തിയിൽ കിടക്കണ്ടേ. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ എന്നും തുടയ്ക്കുക ഒക്കെ ചെയ്യും. ജനലും തന്നെ അതുപോലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വാറാല കോല കൊണ്ടൊന്ന് തട്ടിക്കൊട്ടി അതൊന്ന് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചും ഇടും കേട്ടോ. അപ്പോൾ പിന്നെ ഈ അലർജിയുള്ള ആൾക്കാരാണ് അധികം, മക്കളും ഞാനും ഒക്കെ കേട്ടോ. അപ്പോൾ പൊടി അധികം പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ കാണുന്നിടത്ത് പൊടികളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ച് വൃത്തിയാക്കി ഇടെല്ലാം ചെയ്യാം കേട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അലക്കൽ ഞാൻ രാവിലെ ചെയ്തിരിക്കണം കേട്ടോ. വെയിൽ അപ്പോഴത്തേനും അവിടെ വെയിൽ വന്നപ്പോൾ ഞാൻ അലക്കിയ തുണികളൊക്കെ വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ട് അങ്ങോട്ട് കിച്ചണിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് ഊരിപ്പിഴിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. ഇനിയൊന്ന് ഇതൊന്ന് അയലമൊന്ന് വിരിച്ചിടണം. വേറെ ഇനി പണികളൊന്നുമില്ല. വെള്ളം നേരത്തെ വന്നതുകൊണ്ട് വേഗം അലക്കലും എല്ലാം പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി ബാലൻസ് ചെയ്യുന്ന വെള്ളമൊക്കെ ഇങ്ങനെ ഡ്രമ്മിൽ പിടിച്ച് വെക്കും. അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പിടിച്ച് നിറച്ച് സ്റ്റോക്ക് ചെയ്യും കേട്ടോ. വൈകുന്നേരം വരെ നമുക്ക് വേണ്ടേ. ഇനി പിറ്റേ ദിവസമേ വരുള്ളൂ കേട്ടോ. വെള്ളം വന്നിട്ടില്ലെങ്കിൽ കിണറ്റിൽ നിന്ന് മോട്ടറുണ്ട്, അത് വെച്ച് അടിച്ച് ഓസിട്ടിട്ട് പിടിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഡ്രമ്മ് കാലി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇത് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ കുളിക്കാനുള്ള വെള്ളം ഒക്കെ ഞാൻ ബാത്റൂമിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് നിറച്ചിട്ട് തുണിയൊക്കെ ഒന്ന് തോരയിടണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ഓക്കെ.